ഉത്തര ജില്ലയിലെ ഷിരൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിൽ കൂടിയ മലയാളി ഡ്രൈവർ അർജുൻ്റെ കാര്യം അറിയാത്തവരെ ആരുമുണ്ടാവില്ല. ആ പേരിനൊപ്പം തന്നെ നമ്മൾ കൂട്ടിവെച്ച് വായിച്ച ഒരു പേരാണ് രഞ്ജിത്ത് ഇസ്രായേൽ. അർജുനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പ്രതീക്ഷയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ. ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന ഈ ദുരന്തഭൂമിയിലെ രക്ഷകൻ അദ്ദേഹം ആരാണ്? അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2013 ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം, 2018 കേരളത്തെ നടുക്കിയ മഹാപ്രളയം, 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ, 2028 ഇടുക്കി പേട്ടുമുടി ഉരുൾപൊട്ടൽ, 2021 ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തത്തിലും, കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ 40 തൊഴിലാളികൾ രക്ഷിക്കാനുള്ള ദൗത്യത്തിലും മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളിയായിരുന്നു. പ്രതിഫലം ഒന്നുമില്ലാത്ത സേവനം. 3 തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരമായിരുന്നു രഞ്ജിത്ത്. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകൾ, മലകയറ്റം, വനത്തെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ പരിശീലനവും നേടി. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ആപത്ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന മലയാളി, അതാണ് രഞ്ജിത്ത് ഇസ്രായേൽ. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്ത് പ്രായപരിധി കാരണം അവസരം നഷ്ടപ്പെട്ടു. സൈനിക സ്വപ്നങ്ങൾ തകർന്ന് 21-ാം വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച ഗുരുതര രോഗമായിരുന്നു. പിന്നീട് അസുഖം ഭേദമായപ്പോഴത്തേക്കും പ്രായം അതിക്രമിച്ചു. പക്ഷേ സേവനം എന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ബാക്കിയായി. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ യൂറോപ്പിലേക്കുള്ള വിസ റെഡിയാക്കി വെച്ചപ്പോഴും അദ്ദേഹത്തിന് മാതൃരാജ്യത്തെ സേവിക്കാനാണ് താല്പര്യമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള പരിശീലനം നേടി രഞ്ജിത്ത് ദുരന്തമുഖത്തെ സൂപ്പർമാനായി മാറിയിരിക്കുന്നത്. 33 എന്ന് പറയുന്ന തൻ്റെ ചെറുപ്രായത്തിനുള്ളിൽ തന്നെ ഒരുപാട് പേരെ ജീവിതത്തിൻ്റെ കരയിലേക്ക് കൈപിടിച്ച് കയറ്റിയ വ്യക്തിത്വം. താൻ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരു രൂപ പോലും പ്രതിഫലം ആഗ്രഹിക്കാത്ത വ്യക്തി. തനിക്ക് വേണ്ടതെല്ലാം കൃഷിയിലൂടെ താൻ തനിക്ക് ഉണ്ടാക്കിക്കോളാം എന്ന് മാത്രം പറയുന്ന രഞ്ജിത്ത് ഇസ്രായേൽ തൻ്റെ പേരിൽ പോലും വ്യത്യസ്തത കാത്തു സൂക്ഷിക്കുന്നവൻ. ഇത്തരത്തിലുള്ള ഒരുപാട് രഞ്ജിത്ത് ഇസ്രായേൽമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു.